സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കൺവെൻഷനുകൾക്ക് തുടക്കമിട്ട എൽഡിഎഫ്. ആദ്യ കൺവെൻഷൻ എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. പിന്തുണ തേടി സ്ഥാനാർത്ഥികളുടെ സന്ദർശനങ്ങൾക്കും തുടക്കമായി. സിപിഎം സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമായത്. ഇടതുകോട്ടയെന്നറിയപ്പെടുന്ന പാലക്കാടാണ് ആദ്യ കൺവെൻഷൻ. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത കൺവെൻഷൻ എൽഡിഎഫ് കൺവീനർ എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസിന്റേതെന്ന് അദ്ദേഹം ആരോപിച്ചു. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റും എന്ന പ്രഖ്യാപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു സംശയവുമില്ല, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കുക തന്നെ ചെയ്യും. പിന്തുണ തേടി സ്ഥാനാർത്ഥികളുടെ സന്ദർശനവും തുടങ്ങി. പാലക്കാട് മൂന്നാം വട്ടവും മത്സരത്തിനിറങ്ങുന്ന എം.പി. രാജേഷ്, ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായർ, പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത് എന്നിവരെ സന്ദർശിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രോഗ്രസ് കാർഡ് നൽകിയാണ് രാജേഷ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. വളരെ ആത്മവിശ്വാസത്തോടെയാണ്, നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മൂന്നാമതും LDF ഏൽപ്പിച്ച ഈ ചുമതല നിറവേറ്റുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ മറ്റു മണ്ഡലങ്ങളിലെയും കൺവെൻഷൻ പൂർത്തിയാക്കി LDF പരസ്യപ്രചരണത്തിലേക്ക് കടക്കും. ന്യൂസ് 18 പാലക്കാട്.